നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ചോദ്യമൊന്നുമില്ല, ഒരൊറ്റ ചോദ്യം. പ്രകാശൻ സാറും റൂബിയും തമ്മിൽ എന്താ ബന്ധം? ഭാര്യയും ഭർത്താവുമാണോ? അല്ല, പക്ഷെ ഞങ്ങൾ ഉടനെ വിവാഹം കഴിക്കും. അപ്പൊ ഈ സുജാത ആരാ? സുജാത എന്റെ ഫ്രണ്ടാ. പ്രകാശന്റെ ഭാര്യയല്ലേ സുജാത? ആണ്, പക്ഷേ ആ ബന്ധം നല്ല രീതിയിലല്ല നടക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പ്രകാശം ഭർത്താവാണെന്നും നിങ്ങൾക്ക് 2 മക്കളുണ്ടെന്നല്ല ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് ചതിയല്ലേ? ചതിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സുജാത വരെ നിങ്ങളുടെ മുന്നിൽ ഈ ബന്ധം സമ്മതിച്ചു തന്നതല്ലേ. ആര് സമ്മതിച്ചതാണെങ്കിലും പരാതി കേൾക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ആരാ ഇപ്പൊ പരാതിപ്പെട്ടത്? പ്രകാശന്റെ അമ്മ വീട്ടിൽ വന്നിരുന്നു. റൂബിയെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഒരു ഫാമിലിക്കല്ലാതെ വീട് കൊടുക്കില്ലെന്ന് ഞങ്ങൾ മുമ്പേ തീരുമാനിച്ചിരുന്നതാ. കള്ളം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നേ? വീട് ഒഴിയണം, നാളെ തന്നെ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാ ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാ പറ്റില്ല, മാറിയേ പറ്റൂ. ഇത്തരം അവിഹിത ബന്ധങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിൽ പറ്റില്ല. ഇവിടെ അവിഹിതമായിട്ട് ഒന്നും നടക്കുന്നില്ല. നിങ്ങളെ ആ സ്ത്രീ വന്ന് തെറ്റിദ്ധരിപ്പിച്ചതാ. എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് ഈ പഴിയൊന്നും കേൾക്കാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് നിങ്ങൾ ഒഴിവായി തരണം. ഞാൻ പറഞ്ഞല്ലോ അത് ബുദ്ധിമുട്ടാണെന്ന്. 11 മാസത്തെ എഗ്രിമെന്റിലാ ഞാൻ താമസിക്കാൻ വന്നത്. അത് കഴിയട്ടെ, അപ്പ ആലോചിക്കാം. വീട് ഒഴിവായി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായ വഴികൾ അന്വേഷിക്കേണ്ടി വരും. നിയമം നിങ്ങൾക്ക് മാത്രമുള്ളതല്ലോ. താമസിക്കാൻ മറ്റൊരു വീട് സെറ്റിൽ ആവട്ടെ, എന്നിട്ടേ മാറാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് തോന്നിയാസം കാണിക്കാനുള്ളതല്ല. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. ഇവിടെ ഒരു തോന്നിയാസം നടക്കുന്നില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വീട് ഒഴിവായി തരില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ എനിക്കൊരു 4 മാസത്തേക്കെങ്കിലും സമയം കിട്ടിയേ പറ്റൂ. അത് പറ്റില്ല. ഇത്തരക്കാർക്ക് വീട് തരാൻ പറ്റത്തില്ല. ഫാമിലിക്കാണ് വീട് തന്നിരിക്കുന്നത്. അതില്ലാത്ത സ്ഥിതിക്ക് വീട് ഒഴിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം. വാസുമേ, നീ ഇവിടെ എന്തെടുക്ക? അപ്പു എന്താ അമ്മേ? എന്താ ഇത്? ഇതെടുക്കരുത്. ഇതാര് തന്നതാ അപ്പു? അമ്മയ്ക്ക് എന്താ എന്റെ മുറിയിൽ കാര്യം? ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. ഇത് എനിക്ക് കിട്ടിയതാ. എവിടുന്ന് കിട്ടി? ആര് വാങ്ങി തന്നു? ആര് വാങ്ങിച്ചെന്നാലെന്താ? വെറുതെ അമ്മ വഴക്കണക്കാൻ വരല്ലേ? സത്യം പറയപ്പോ, ഇത് അവള് മേടിച്ചു തന്നല്ലേ റൂബി? അല്ലേ? അതെ. അതിനിപ്പോ എന്താ? അഹങ്കാരി. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോടൊന്നും മേടിക്കരുതെന്ന്. ഞാൻ വാങ്ങിക്കും. ആന്റി എന്ത് മേടിച്ചെന്നാലും ഞാൻ വാങ്ങിക്കും. അത്രയ്ക്കായോ നീ? ആവശ്യമില്ലാണ്ട് എന്നെ തല്ലരുത്. അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ടാബ് വാങ്ങിച്ചേരാൻ എത്ര കാലമായിട്ട് ഞാൻ പറയുന്ന? വാങ്ങിച്ചെന്നില്ലല്ലോ അമ്മ. വേറെ ആരെങ്കിലും വാങ്ങിച്ചെന്നാ അത് ഉപയോഗിക്കാനും സമ്മതിക്കില്ല. ഇല്ല, അവള് വാങ്ങിച്ചു തരുന്ന ഒരു സാധനവും നിനക്ക് വേണ്ട. അത് തീരുമാനിക്കേണ്ടത് അമ്മയല്ല, ഞാനാ. പിന്നെ എന്റെ അച്ഛനും. റൂബി എന്നെ എന്ത് വാങ്ങിച്ചെന്നാലും അച്ഛൻ എന്നെ ഒന്നും പറയില്ല. അച്ഛനല്ല, ആര് സമ്മതിച്ചാലും ഈ വീട്ടിൽ റൂബി വാങ്ങിച്ചു തരുന്ന ഒന്നും കാണരുത്. ഈ വീട്ടിൽ കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. നാശം പിടിച്ചൊരു അമ്മ. അതേടി, നിന്നെയൊക്കെ കാക്കയ്ക്കും പരിധിനും കൊടുക്കാതെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ? അപ്പൊ അമ്മ നാശം പിടിച്ചതാവും. ഉഫ്, ഒന്നില്ലെങ്കിൽ പ്രസവിച്ചതിന്റെ കണക്ക്, അല്ലെങ്കിൽ വളർത്തിയതിന്റെ കണക്ക്. ഈ കണക്ക് കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്നെ പ്രസവിക്കാനും വളർത്താനും ഞാൻ അമ്മയോട് പറഞ്ഞോ? അപ്പോ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പറഞ്ഞു പോകുന്നതാ, അമ്മ പറയിപ്പിക്കുന്നതാ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനിച്ചു? അതൊന്നും ഇപ്പൊ അമ്മ അറിയണ്ട. അപ്പോ വീട് മാറാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല. ഏതെങ്കിലും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് മാറിയാൽ മതി. എനിക്കൊരു പ്രോബ്ലവും വരത്തില്ല. പക്ഷേ ഹോസ്റ്റലായ പ്രകാശേട്ടന് ഇതുപോലെ വരാൻ പറ്റില്ല. പ്രകാശേട്ടനെ കാണാൻ പറ്റാണ്ടായ എനിക്ക് വട്ടുപിടിക്കും. എനിക്കും തന്നെ കാണാതിരിക്കാനൊന്നും പറ്റില്ല. നമുക്കേ വേറെ വീട് നോക്കാം. അങ്ങനെ നമ്മൾ തോപ്പിക്കാനൊന്നും പറ്റില്ല. ശ്രമിച്ചു നോക്കുന്നതാ പ്രകാശേട്ടാ. ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രകാശേട്ടനിൽ നിന്നും അകറ്റാനുള്ള ശ്രമത്തില്ല. എന്നാൽ അമ്മ വന്നിങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ സ്വന്തം അഭിപ്രായത്തിൽ വന്നതാണെന്ന് പ്രകാശേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? എന്ന് ചോദിച്ചാ പൊതുവെ പുറത്തിറങ്ങാത്ത ആളാ അമ്മ. ഇത് എന്തു പറ്റിയത് എനിക്കറിയില്ല. എന്നാലേ എനിക്കറിയാം. ഇതെല്ലാം സുജാതയുടെ കളികളാ. അവള് പറഞ്ഞു വിട്ടതാ അമ്മയെ. അല്ലാന്ന് പ്രകാശേട്ടന് പറയാൻ പറ്റുമോ? എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. തോന്നലല്ല, സത്യമാ പ്രകാശേട്ടാ. ഈ കാണുന്നത് പോലെയൊന്നും അല്ല. വിഷം അവള്, കാള കൂടെ വിഷം. പ്രകാശേട്ടനൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാ. ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും അവള് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോകുന്നത്. ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല. കുട്ടികൾക്ക് അച്ഛനില്ലാതാവരുതല്ലോ.
എന്തായാലും പ്രകാശേട്ടൻ അവളെ ഒഴിവാക്കുന്നത് തന്നെയാ നല്ലത്, എത്രയും പെട്ടെന്ന്. എന്നോട് മാത്രമല്ല, പ്രകാശേട്ടനിപ്പോ അമ്മയോടും വെറുപ്പായിരിക്കും. എന്നോട് അടുപ്പം കാണിക്കുന്ന എല്ലാവരെയും പ്രകാശേട്ടനിപ്പോ ശത്രുക്കളായിട്ട് കാണും. എന്നെ ശത്രുവായി കണ്ടാലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങളാ ഞാൻ ചെയ്തത്. അതിന് അവന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. നിനക്ക് നഷ്ടപ്പെടാൻ ഒരു ജീവിതമുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയ എനിക്കിനി എന്ത് ജീവിതം? ആരെ പിടിച്ച് ജീവിക്കാനാ ഞാൻ? എത്ര പെട്ടെന്ന് അമ്മ ജീവിതം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണത്. പെണ്ണ് ഒരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ മോള്? ചില പെണ്ണുങ്ങൾ ഒരുമ്പെട്ട് ഇറങ്ങിയാൽ കുടുംബം മാത്രമല്ല, നാട് തന്നെ നശിക്കും. എന്നോട് അവൾക്ക് ഇത്രയും വൈരാഗ്യം ഉണ്ടാവാൻ എന്താ കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ബാംഗ്ലൂരൊക്കെ പഠിച്ചും ജോലി ചെയ്തും ജീവിച്ച പെണ്ണ. അവൾക്കൊരാണിനെ കൂട്ടുകിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. എന്നിട്ടും എന്റെ ഭർത്താവിനെ തന്നെ വേണോന്ന് വാശി പിടിക്കുന്നത് എന്നോടുള്ള വൈരാഗ്യം കൊണ്ടായിരിക്കില്ലേ? ചില പെണ്ണുങ്ങൾ അങ്ങനെയാ മോളെ. സ്വന്തം ബന്ധം ഒന്നും നോക്കില്ല. കുടുംബം കലക്കുന്നത് അവർക്കൊരു രസാ. അല്ലാതെ പ്രകാശൻ ഇതിന് മാത്രം എന്ത് സൗന്ദര്യം ഇരുന്നിട്ടാ? അല്ലെങ്കിൽ കണ്ടമാന കാശ് വേണ്ടേ? വലിയ ജോലിയുണ്ടോ? ഇത് മനഃപൂർവ്വം അവള് ചെയ്യുന്നതാ മോളെ. അതിനൊപ്പം തുള്ളാൻ അവനും. വരട്ടെ, ഇതെവിടം വരെ പോകുന്നു നോക്കട്ടെ. ജീവിതത്തിൽ പലവട്ടം തോൽവി അനുഭവിച്ചു. പക്ഷേ അതൊന്നും എന്റെ കഴിവുകേടായിരുന്നില്ല. വിധിയെ തോൽപ്പിക്കാൻ കേവലം മനുഷ്യകരങ്ങൾക്കാവില്ലല്ലോ. ആരുടെയും സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാത്തതുകൊണ്ടാകും ഒരുതരം മരവിപ്പ മനസ്സിൽ. കണ്ട കാലം മുതൽ അസൂയായിരുന്നു സുജിയോട് എനിക്ക്. സൗന്ദര്യത്തിലും സ്വഭാവത്തിലും അവളാണ് നല്ലതെന്ന് അടുത്ത കൂട്ടുകാർ വരെ പറഞ്ഞപ്പോ ദേഷ്യമായിരുന്നു. എന്റെ വിവാഹ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുമ്പോ അവൾക്ക് നല്ല ഭർത്താവിനെയും നല്ല കുട്ടികളെയും കിട്ടി. അതെന്റെ ദേഷ്യത്തെ അസൂയാക്കി മാറ്റി. എന്നോളം പഠിപ്പില്ല, എന്നിട്ടും സുജാത പ്രശസ്തയായപ്പോഴാണ് ശരിക്കും എന്റെ നിയന്ത്രണം വിട്ടത്. വീണ് കിട്ടിയ ഭാഗ്യം പോലെ അവളുടെ ഭർത്താവിനെ എനിക്ക് എന്റേതാക്കാൻ കഴിഞ്ഞു. ഈ ഒരു കാര്യത്തിലെങ്കിലും സുജാത തോൽക്കണം. തോൽപ്പിക്കണം എനിക്ക്. അതിനുവേണ്ടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ജന്മം കൊടുത്ത് വളർത്താൻ വരെ ഞാൻ തയ്യാറാവും. പ്രകാശനിലൂടെ റൂബി സുജാതയെ ജയിക്കും. നിനക്കൊരു വിചാരമുണ്ട്, റൂബിയെ ഇവിടെ നിങ്ങൾ പറഞ്ഞു വിട്ടാൽ എന്നെ അങ്ങ് തോപ്പിക്കാവുന്നു. ആ വെള്ളം അങ്ങ് അടുപ്പത്ത് വെക്കണ്ട, തിളക്കില്ല. അല്ലെങ്കിലും പ്രകാശേട്ടനെ ഈ കാര്യത്തിൽ ജയിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരാൾ കുടുംബം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുടുംബം കളഞ്ഞിട്ട് പോയാലും എവിടം വരെ പോവാനാ? എന്തെങ്കിലും ആപത്ത് വന്നാ നോക്കാൻ ഭാര്യയും മക്കളും ഉണ്ടാവും. ആപത്ത് വരാൻ പ്രാർത്ഥിക്ക്. എന്നെ കൊലയ്ക്ക് കൊടുക്കാല്ലേ അമ്മ ഓഫീസിൽ വന്നത്? തീരെ നിവൃത്തി കെട്ടപ്പോ ഞാൻ വന്നതാ. അത് എന്റെ മാത്രം തീരുമാനമായിരുന്നു. സുജാത അറിഞ്ഞത് പോലും ഞാൻ പോയി വന്നതിന് ശേഷമാ. അവളെ വെറുതെ നീ കുറ്റം പറയണ്ട. സ്വന്തം മകന്റെ ജോലി വരെ കളയിക്കാൻ നോക്കുന്ന ഒരു അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിന്റെ ജോലി കളയാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. റൂബിയെ പറഞ്ഞു വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അവളോട് കാണിക്കുന്ന ഓരോ അതിക്രമത്തിലും പഴി കേൾക്കേണ്ടി വരുന്നത് ഞാനാ. ഓഫീസിൽ ഞാൻ വല്ലാതെ മോശക്കാരനായിപ്പോയി. എനിക്ക് വന്ന അപമാനം ഞാൻ സഹിക്കില്ല. ഈ കാണിച്ചവനൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. രണ്ടുപേരോടും കൂടാ പറഞ്ഞത്, ഓർത്തു വെച്ചോ. റൂബിയുടെ കാര്യത്തിൽ വല്ലാതെ അസ്വസ്ഥനാവുന്നുണ്ട് പ്രകാശേട്ടനല്ലേ? ഇപ്പൊ തന്നെ താമസിക്കുന്ന വീട് നഷ്ടപ്പെടുവോന്ന് പേടി, വാങ്ങിച്ചു കൊടുത്ത ജോലി നഷ്ടപ്പെടുവോന്ന് പേടി, പിന്നെ അവൾക്ക് എന്തോ അസുഖവും. അസുഖോ? ഇല്ലേ? എന്തോ അസുഖം? അവളെയും കൊണ്ട് പ്രകാശേട്ടൻ ഇന്ന് സിറ്റി ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാനോ? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞത് എങ്ങനെങ്കിലും ആവട്ടെ, പോയി എന്നുള്ളത് നേരാണോ? പോയി. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ മാത്രം എന്താ അവൾക്ക് അസുഖം? അങ്ങനെ വലിയ അസുഖമൊന്നുമില്ല, പെട്ടെന്ന് ഒരു തലവേദന വന്നു. മൂന്നാറിൽ വെച്ചോ അവൾക്ക് ഇങ്ങനെ ഒരു തലവേദന വന്നു. അയ്യോ, ഇനി വല്ല ട്യൂമറോ മറ്റോ ആണോ എന്തോ. ഓ, നിന്റെ ആഗ്രഹം പറഞ്ഞതാ? ഏയ്, എന്റെ ആഗ്രഹമൊന്നുമല്ല. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന തലയല്ലേ, അതുകൊണ്ട് സംശയിച്ചതാ. അതെ, നിനക്കിപ്പോ എന്താ അറിയണ്ടേ? തലവേദനയാണെന്ന് പറഞ്ഞപ്പോ ഞാനൊരു ഹോസ്പിറ്റലിൽ കൂടെ പോയി. അതിലിപ്പോ എന്താ തെറ്റ്? ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു എന്നറിഞ്ഞപ്പോ
ഞാൻ വിചാരിച്ചു അവൾ ഇനി വല്ല ഗർഭിണിയുമാണോന്ന്.